ലൈംഗിക പീഡന കേസുകളിൽ നടൻ ജയസൂര്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. തനിക്കെതിരായ പരാതി അടിസ്ഥാനരഹിതമെന്നാണ് നടന്റെ വാദം. ജൂനിയർ ആർട്ടിസ്റ്റിന്റെയും ആലുവ സ്വദേശിനിയായ നടിയുടെയും പരാതികളിലാണ് ജയസൂര്യക്കെതിരായ കേസുകൾ. കൂത്താട്ടുകുളം, തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത ലൈംഗിക പീഡന കേസുകളുമായി ബന്ധപ്പെട്ട് നടൻ ജയസൂര്യ നൽകിയ മുൻകൂർ ജാമ്യ ഹർജികളിൽ സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കും. പീഡനം നടന്നതായി പരാതിക്കാരി ആരോപിക്കുന്ന തീയതികളിലടക്കം വൈരുദ്ധ്യമുണ്ട്. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ്. കസ്റ്റഡിയിലെടുക്കേണ്ട ആവശ്യമില്ല എന്നതുകൂടി പരിഗണിച്ച് മുൻകൂർ ജാമ്യം നൽകണമെന്നാണ് ജയസൂര്യയുടെ ആവശ്യം. കൂടാതെ തനിക്കെതിരായ പരാതി അടിസ്ഥാനരഹിതമെന്നും കാര്യങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കാതെയാണ് കേസെടുത്തത്. പരാതിക്കാരിയുടേത് ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള നീക്കമാണെന്നും ജയസൂര്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശൗചാലയത്തിന് സമീപം ലൈംഗികാതിക്രമം നടത്തിയെന്നായിരുന്നു ജയസൂര്യക്കെതിരായ ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതി. കേസിൽ നടിയുടെ രഹസ്യമൊഴി നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിദേശത്തായിരുന്ന ജയസൂര്യ സെപ്റ്റംബർ 15-ന് നാട്ടിലെത്തിയിരുന്നു. ജനം, കൊച്ചി.